വീടും സ്വത്തും നിങ്ങൾ നടക്കാനായോ അല്ലേ? ആയില്ല. അത് ഇല്ലെങ്കിൽ ഒരു പറയും ആയില്ല, നമ്മളായില്ലെങ്കിൽ വേണം പറയും. നിങ്ങളായോ? ഇല്ല. നിങ്ങളായോ? ആയോ? നിങ്ങളായോ? നിങ്ങളായോ? നിങ്ങൾക്ക് എത്ര അല്ലല്ല, ഞാൻ കൺഫ്യൂഷൻ പറയണം. നിങ്ങൾ ആയോ ഇല്ല? അടുത്ത പോയിന്റിലേക്ക് പറയുന്നു. നിലവിലായില്ലെന്ന് നിങ്ങളായോ? നോർമലായി അല്ല, ഇപ്പൊ ഈ ഒരു ഫിഗറിൽ മാത്രം ഇതിനായോ ആയി ഇപ്പൊ തൽക്കാലമായിരുന്നു. നിങ്ങളായോ സാർ? ഇല്ലല്ലോ. അത് രണ്ടുപേരായില്ലല്ലോ. നിങ്ങളെല്ലാവരും ആയില്ലല്ലോ. ആയി. രശ്മി ആയി. നിങ്ങളായോ? ഇല്ലായി. ഡിഫറൻസ് എന്താണ്? ചില ആളായി, ചില ആളായി. എന്താണ്? അപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ അതിനേക്കാളും വലുതാണ് അല്ലേ? ഈ എക്സ്പെക്ടേഷൻ ആണ് നമ്മൾ ആസ്കിൽ കൊടുക്കുന്നത്. ഈ ആസ്ക് എന്ന് പറയുന്നത് എന്റെ എവിടെയാണ്? വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ട് നിഷ സിംഗ് അല്ല എന്ന് പറഞ്ഞത്? നിഷ സിംഗിനെ സംബന്ധിച്ച് നിങ്ങൾ അല്ല എന്ന് പറയുന്നത് കാരണം വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് ഈ 50,000 എബോ നിങ്ങൾ ഓൾറെഡി അച്ചീവ് ആയി കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്ക് പോരാ അല്ലേ? ഇത് മതിയോ? അത് പോരാന്നുള്ള അവസ്ഥയിലെത്തി. നിങ്ങൾ രണ്ട് ആൾക്കാർ നമ്മുടെ ഡിഫറൻസ് എന്താണ്? മറ്റേ ആൾ ഓൾറെഡി 50,000 ഒരു മെയിൻ ടാർഗറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് 50,000 അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മാറി. ഇത് ഡിസൈഡ് ചെയ്യാൻ മറ്റൊരാൾക്ക് പറ്റുമോ? ഇത് വേറൊരാൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ആസ്ക് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ആസ്ക് എന്ന് പറയുന്നത് ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ആവശ്യകത എന്താണ്? നമ്മൾ ആസ്കിലേക്ക് പോകുന്ന എന്തായാലും നമ്മൾ ഡ്രീംസിനെ പറ്റിയിട്ടാണ്. ഡ്രീംസ് അല്ല, നമ്മുടെ ആവശ്യം എന്താണ്? ഈ ആവശ്യത്തിന്റെ റിയാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പോവാം. ഇപ്പോ സാറിനെ സംബന്ധിച്ച് 50,000 കിട്ടുന്നില്ല, റിയൽ ആണ്. നമുക്ക് വീടില്ല, അതായിട്ട് 50,000 ആയിട്ടില്ല. 50,000 കഴിഞ്ഞാൽ പോലെ അടുത്ത കാര്യം അറിയിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ആസ്ക് എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആകാണ് നമ്മളെ റിയാലിറ്റി. നമ്മള് ഗോൾ സെറ്റിംഗ്സ് പഠിക്കുന്നതുകൊണ്ട് സ്മാർട്ട് എന്ന് പറയും. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അപ്റ്റൈനബിൾ, ടൈം ബൗണ്ടിങ് ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം. 50 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കൺസെപ്റ്റ് ഓൾമോസ്റ്റ് നമുക്ക് അക്സെപ്റ്റബിൾ ആണ് അല്ലേ? നിലവിൽ ഇത് കിട്ടുന്നില്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആണല്ലോ. ആ പോയിന്റിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആസ്ക് തീരുന്നില്ലല്ലോ. ഇത് നെവർ എൻഡ് അല്ലേ? അപ്പോ നമ്മൾ ബൈ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുമ്പോഴാണ് കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ പ്രോസസ് നടക്കുന്നത്. അപ്പോൾ ആസ്ക് എന്ന് പറയുന്നത് പ്രസന്റ് നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കും. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യം എഴുതാൻ പറഞ്ഞത്. വൈ യു ഗേവ്. നിങ്ങൾ പറഞ്ഞെന്താണ്? കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇതൊന്നും അല്ല നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് പർട്ടിക്കുലർ ആവശ്യമില്ല. എനിക്ക് ഇന്നൊരു ആവശ്യമില്ല, ഇത് എങ്ങനെ നേടും എന്നതായിരിക്കും. എനിക്ക് ഇന്നൊരു പർപ്പസ് ഉണ്ട്. ഹൗ ഡു ഐ അച്ചീവ് ദാറ്റ്? ഇങ്ങനെ ലൈഫിനെ എപ്പോ നിങ്ങൾ അപ്രോച്ച് ചെയ്തുവോ, ഐ നീഡ് ടു. ഇപ്പൊ ഒരാൾ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോയാലേ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? എനിക്ക് എപ്പോഴെങ്കിലും വണ്ടി ഓടിക്കണമെന്നാണെങ്കിൽ മനസ്സിലായോ സംഭവം? മനസ്സിലായോ? ഇതൊന്ന് റീഡിഫൈൻ ചെയ്ത് നോക്കി നിങ്ങൾ ആസ്ക്. നമ്മള് ഇന്ന് ഞാൻ ആക്ച്വലി ഞാൻ സീക്രട്ട് ഓഫ് മണി മാജിക് എന്നാണ് നമ്മുടെ ക്ലാസ്സിൽ. ഇവിടെ എല്ലാവർക്കും മണിയുടെ മാജിക് മാത്രം പഠിച്ചാൽ മതി, ലൈഫിന്റെ മാജിക് രണ്ട് ചോയ്സ് അല്ല. മണിയുടെ മാജിക് നിങ്ങൾ പഠിച്ചാൽ മണി ഉണ്ടാക്കുന്നത് മണിയുടെ കാര്യം മാത്രം. ലൈഫിന്റെ മാജിക് ആണെങ്കിൽ ലൈഫിന്റെ എല്ലാത്തിനും ഷിഫ്റ്റ് ചെയ്തല്ലേ. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ ഇവിടെ അങ്ങോട്ട് പറയുന്ന എല്ലാവരും where I use money or abundance, നിങ്ങൾ എന്ത് ആക്കണമെന്ന് റീപ്ലേസ് ചെയ്യുന്നതാണ്
നിങ്ങളുടെ ലൈഫ് ഒറ്റ റീപ്ലേസ് ചെയ്യും. ഇതാണ് ഏറ്റവും കൂടുതൽ മടിയെ സുധാരണ. എല്ലാവരും യൂട്യൂബ് ചാനലിൽ മണി മാത്രം ഇയാൾ പറയുന്നത്. ആക്ച്വലി ഞാൻ മണിയെ പറ്റി അല്ല പറയുന്നത്, ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. മണിയെ പറ്റി പറഞ്ഞാലല്ലേ എല്ലാവരും കേട്ടിട്ടുള്ളൂ, എല്ലാവരും കാശ് അല്ലേ? ആക്ച്വലി നിങ്ങൾക്ക് മണിയാണോ വേണ്ടത്? ആണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, മണിയാണ് മനസ്സിലാണ്. മണി മാത്രമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എത്ര ലക്ഷം രൂപ ഉണ്ടായിട്ടുണ്ടാവും? അതല്ല ഇല്ലല്ലോ. അപ്പൊ മണി മാത്രം പഠിച്ച് മണി ജീവിച്ച മതിയല്ലേ? പറ്റുമോ അങ്ങനെ? അല്ലേ? ഓക്കെ, മറ്റൊരു കാര്യമില്ല. ഇപ്പൊ മണിയെ പറ്റി പഠിക്കുന്നു, 1 കോടി ലോട്ടറി ലോട്ടറി കൊണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. മണി മാത്രമാണ് നമുക്ക് സൗണ്ട് കിട്ടൂല, കിട്ടുന്നുണ്ട്. മണിയെ മാത്രം ഉള്ളിലേക്ക് പോണ്ട, ഫുൾ മണി സോറി മണി മാത്രം ലക്ഷ്യമെങ്കിൽ ലോട്ടറി അടിച്ച് 1 കോടി, ഇന്നിപ്പോ നാട്ടിൽ 1 കോടി ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ കിട്ടുന്ന അറിയാമോ? 1 കോടി ലോട്ടറി അടിച്ച് നമ്മുടെ പേരെന്തായി കിട്ടും? ആക്ച്വലി വിഷയം എവിടെയാ? നമ്മൾ ആൾക്കാരെ കാണുന്നത് എങ്ങനെയായിരിക്കും? നമ്മളെ എന്താണ് മനസ്സിലായോ? എന്നിട്ട് ആ 68 ലക്ഷം 64 ലക്ഷത്തെ അങ്ങനെ ആ കാശ് കിട്ടിയവരെല്ലാവരും പണക്കാരായി. നിങ്ങളുടെ കയ്യിൽ 64 ലക്ഷത്തി 64 ലക്ഷം രൂപ കിട്ടുന്ന പണക്കാരാവും. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ പണക്കാരനാവും? ഈ മണിയെ പറ്റി പഠിക്കാനുള്ള പ്രധാന കാര്യം ഇതാണ്. ഇതിപ്പോ ഞാൻ മണിയെ പറ്റി പറഞ്ഞപ്പോ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയല്ലോ. ആക്ച്വലി മണി വന്നാൽ ഒരു ആരെങ്കിലും പണക്കാരനാവോ? മണി മാത്രം വന്ന ആരെങ്കിലും പണക്കാരനാവോ? ഒരാളും ആവില്ല. പക്ഷെ അതിലേക്ക് അട്രാക്ട് ചെയ്യും, ഇല്ലേ? കൊതുക് വരയിട്ടാൽ കൊതുക് വരും എന്ന് പറഞ്ഞ പോലെയാണ്. കൊതുക് വരയിട്ടാലേ കൊതുക് വരും, ഇല്ലേ? വരാറുണ്ടോ? കൊതുകല്ലേ കൊതുക് എത്ര കൊതുക് കിട്ടുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ പറഞ്ഞത് പണക്കാരനാവുക എന്ന് പറയുന്നത് നോട്ട് ഓൺലി മണി, ഇറ്റ്സ് ഓൺലി ചേഞ്ച് യുവർ മെന്റാലിറ്റി, നത്തിങ്. നിങ്ങളുടെ കയ്യിൽ പണക്കാരായ ആൾക്കാർ എത്ര കയ്യിലുണ്ട് കാശ്? ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഇല്ലല്ലോ. ബാങ്കിലുണ്ടെന്ന് പറയും, ബാങ്കിലുള്ള നിങ്ങൾക്ക് കിട്ടുന്നു ഉറപ്പുണ്ട്. നാളെ ബാങ്ക് കുട്ടിപ്പ് എത്ര പേരുടെ ബാങ്ക് കുട്ടിപ്പ് എത്ര കോടി രൂപ അല്ല? ആ കതിരും ബാങ്കൊക്കെ കൂട്ടിപ്പോ എത്ര പാവപ്പെട്ട ജീവിതകാലം മൊത്തം അതിന്റെ ക്യാഷല്ലേ? 10 പൈസ കിട്ടിയില്ലല്ലോ. ഇപ്പൊ ബാങ്കിൽ വെച്ച പൈസ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന നോക്കണം. അപ്പൊ എവിടെയാണ് ഇതിന് ശരിക്കും കുറ്റം ചിരിക്കരുത്? എന്താ ഈ പരിപാടി അല്ലേ? അബൻഡൻസ് എന്ന് പറയുന്നത് ലൈഫിൽ നമ്മൾ ആയിത്തീരേണ്ട കാര്യം മാത്രമാണ്. അപ്പോൾ നമ്മൾ അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക മാത്രമാണ്. മറ്റെല്ലാം വന്നു കാശ് വരുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് പണക്കാരായവർ വീണ്ടും വീണ്ടും പണക്കാരായിക്കൊണ്ടേയിരിക്കുന്നത്? അവരിവിടെ പോയി പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലേ? എങ്ങനെ സംഭവിക്കുന്നു? ഇപ്പൊ നേരത്തെ ഉദാഹരണം പറഞ്ഞ മായ ആദ്യം എന്റെ അടുത്ത് വിളിച്ചു വന്നപ്പോ എത്ര വർഷമായ 12 വർഷം മൊത്തം പ്രവാസത്തിൽ 10-12 ദിവസം ഇവിടെ എത്തിക്കുന്ന കുറെ ആൾക്കാർ എക്സ്പീരിയൻസ് ഉണ്ടാവും. മായ 12 വർഷമായിട്ട് നല്ല ജോലിയുണ്ട്. പോകുമ്പോ നമ്മളൊരു കാലം എടുത്ത് വെക്കുമ്പോ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് മുമ്പിലെ കാലിനെ പറ്റിയിട്ടാണോ പിന്നിലെ കാലിനെ പറ്റിയിട്ടാണോ? മുന്നോട്ട് നടക്കുകയാണ്, അല്ലെ? നിങ്ങൾ നോർമൽ തോട്ട്സിലാണ് മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടക്കുമ്പോൾ ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ചിന്ത ഈ മുമ്പിലെ കാലിനെ പറ്റിയിട്ടാണോ പിന്നിലെ കാലിനെ പറ്റിയിട്ടാണോ? എത്ര പേർക്കുണ്ടാവും? ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്? ഇതിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്? ഇതിൽ നിങ്ങൾ എന്തിനാ ഇരുപത് ചിന്തിക്കണേ? നെക്സ്റ്റ് സ്റ്റെപ്പ്. എത്ര പേർക്ക് പറ്റും സാറേ? എത്ര പേർക്ക് ഇത് പറ്റും? ഈ സാധനം മുമ്പോട്ട് വെച്ചാൽ ഞാൻ അടുത്ത പോകുന്ന എത്ര പേർക്ക് പറ്റും?
പറ്റുമോ ശരി? ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മൾ വിചാരിക്കുന്നതല്ലോ അടുത്ത പറഞ്ഞുതരാം. ശരിയാണ്, സപ്പോർട്ടില്ല, ഞാൻ വീടാലോ ഇല്ലേ? വീട് കെട്ടാൻ വേണ്ടി തറയിട്ടേക്കാൻ കൊടുത്ത അടുത്ത ചിന്ത എന്താ? എങ്ങനെ മുഴുവിപ്പിക്കും അല്ലേ? ഈ കാലിന് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ മുഴുവിപ്പിക്കൂലേ? ഉണ്ടോ? അപ്പൊ ഇതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇതിന് ബലമില്ല ഇപ്പൊ അല്ലേ? ഒന്നിനാ നിൽക്കണത്, ഞാൻ മാത്രം സമ്പാദിക്കാനുള്ളൂ, വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഇതും പറയില്ലേ, എന്റെ ഒറ്റ ബലത്തിലാ നിൽക്കണത്, വേറെ ഒരാളും എന്നെ സഹായിക്കാനില്ല അല്ലേ? സാർ എല്ലാ ദിവസവും വേണമെങ്കിൽ ശമ്പളം കൊണ്ടിരുന്നുണ്ട്, മാഡം കൊണ്ടിരുന്നില്ല. സാർ എന്താ പറയാൻ പോകുന്നത്? ഒരൊറ്റ കാലിലാ ഞാൻ നിൽക്കണത്, വേറെ ആരും എന്നെ സഹായിക്കാനുണ്ടോ? ഓക്കെ, സാർ നിർത്തി, മാഡം ശമ്പളം കൊണ്ടുവരാൻ തുടങ്ങി. കണ്ട, നിങ്ങൾ എന്ത് ചെയ്ത് ഞാനാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത് ലൈഫിലില്ലേ? ഉണ്ടോ? പക്ഷെ ഇവർ രണ്ടുപേരും ഒന്നിച്ചായാലോ? ഇന്ന് ഞാൻ, നാളെ നീ. ഓക്കെ, നീ ചെയ്തു ഞാൻ ചെയ്തു, നീ ചെയ്തു ഞാനും ചെയ്തു, നീ ചെയ്തു ഞാനും ചെയ്തു, ഇല്ലേ? അപ്പൊ ഇന്ന് ജോലി ഉണ്ടെങ്കിൽ നാളെ ജോലി ഉണ്ടാകുന്ന ഉറപ്പുണ്ടോ? അപ്പൊ എന്തായാലും ജോലി ഇല്ലാത്ത സമയത്ത് ഇതേ സാധനം പറയുമോ നിങ്ങൾ? ജോലി ഇല്ലാത്ത സമയത്ത് കഷ്ടപ്പെട്ട് ഇത്ര കാലം ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി, എങ്ങനെ ജീവിക്കും ഇല്ലേ? ഇതല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത്? എത്ര പേർക്ക് ഉറപ്പുണ്ട് നാളെ ജോലി പോയാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും? എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ ജോലി പോയാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും? എന്താ ഉറപ്പുള്ളത്? സാറ് ജോലി ഇല്ല, അതുവഴിയല്ലേ സാറാണ് ഈ വീട്ടിൽ മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ജോലി ഉണ്ട്, നാളെ പോയാൽ കഴിഞ്ഞു അല്ലേ? പിന്നെ നമ്മളെ പറ്റി എന്ത് വിശ്വാസമാണ്? എടുക്കുമ്പോഴല്ലേ വിശ്വാസം, ഇത് വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്താ അല്ലെ? ലോണിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 1 കോടി രൂപ ബാങ്കിൽ വെച്ചു. നിങ്ങൾ പറഞ്ഞ പോലെ അതേ കോൺസെപ്റ്റ് കൊണ്ടുവരും. 1 കോടി രൂപ ബാങ്കിൽ വെച്ച് നമ്മൾ പലിശ കിട്ടുന്നു. നമുക്ക് പലിശ വേണ്ട, 1 കോടി വെച്ച് ഞാൻ പണക്കാരനായി, ഞാൻ സുഖമായിട്ട് മറ്റു പൈസ കൊണ്ട് ജീവിക്കുന്ന പണം വരും. റിയാലിറ്റി നോർമൽ ചിന്തിക്കുക. 1 കോടി രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ആ 1 കോടി രൂപ അക്കൗണ്ട് വന്നു, ഞാൻ കടക്കാരനായോ? ഞാൻ ആ പൈസ എടുക്കുന്നില്ല, അതിൽ തന്നെ ബാങ്ക് അടച്ചുകൊണ്ടിരിക്കും. 1 കോടി ബാങ്കിൽ എടുത്തു, ഡെപ്പോസിറ്റ് ചെയ്തു, അതിൽ പലിശ കിട്ടുമല്ലോ, നേരത്തെ പറഞ്ഞ കിട്ടുമല്ലോ. ആ പൈസ തന്നെ ബാങ്ക് തിരിച്ച് ഈ 1 കോടി ലോൺ തിരിച്ചടക്കുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ പണക്കാരനാണോ ഓട്ടോനാണോ? ഒരു ദിവസം സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. പറ്റുമോ? നമ്മളെന്താ ചിന്തിക്കുക? കടക്കാരെന്നല്ലേ അല്ലേ? ആണോ അല്ലേ? ഇത് ലൈഫിൽ ഒട്ടുമില്ലേ നമുക്ക്? മനസ്സിലായോ? അപ്പോ ഇത് പറഞ്ഞു പറയാൻ കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റിയാലിറ്റീസ് ആണ്. ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് എനിക്ക് വേണ്ടതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. എനിക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് ശ്രദ്ധിക്കുക. ഇതെല്ലാം കണ്ടീഷൻസ് ആണ്. അക്സെപ്റ്റഡ് നോൺ അക്സെപ്റ്റബിൾ കണ്ടീഷൻസ് ആണ്. ഇതിനൊന്ന് റിയാലിറ്റിയിൽ അംഗീകരിക്കുക. അപ്പൊ ഞാൻ ചോദ്യമായിരുന്നു, നിങ്ങൾക്ക് പണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, സത്യമാണല്ലോ. ഈ പണത്തിന് നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പണം അല്ല, അത് എനർജിയല്ലേ, നിങ്ങളുടെ എനർജിയാണ്, അതിലെ എനർജിയാണ്. നിങ്ങൾ പണത്തെ ആഗ്രഹിക്കുന്നു, പണം നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമുക്ക് ഭാര്യ ഭർത്താവുണ്ട് അല്ലേ? ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നു, ഭർത്താവ് ഭാര്യ ഇഷ്ടപ്പെടുന്നു, മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു, അത് നമ്മുടെ വിഷയം. അതിനിടയിൽ ആരും ഇഷ്ടപ്പെടുന്നു. ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ഭർത്താവിന് എങ്ങനെ മനസ്സിലാവും? ഭാര്യ ഭർത്താവ് ഇഷ്ടപ്പെടുന്നു, ഭർത്താവിന് എങ്ങനെ മനസ്സിലാവും? ഭർത്താവിന്റെ പ്രവൃത്തി കൊടുക്കണം അല്ലെ? തിരിച്ചാണല്ലോ. അപ്പൊ പണം, നിങ്ങൾ പണത്തെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് പണത്തെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പണത്തിന്റെ ഇഷ്ടമാണ്. എങ്ങനെ പണത്തിന് ഇത് മനസ്സിലാക്കും? How money knows that you love money? Same question. നിങ്ങൾ ഭാര്യയെ ഇഷ്ടപ്പെടുന്നു എന്ന് മിണ്ടാതിരുന്നാൽ പറയും,
മനുഷ്യരല്ല ഇല്ലേ? പറയുന്നുമില്ലേ? നിങ്ങൾക്ക് പറയുന്നില്ല ഒരാഴ്ച വീട്ടിലെ വിളിക്കാതിരുന്നാൽ എന്ത് പറയും? പറയണ്ടല്ലോ, ഞാൻ പറയല്ലേ? ഇല്ലേ, പറയണ്ടല്ലോ. വേണ്ട, ഒരാഴ്ച വിട്ട് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് 11 മണി വീട്ടിൽ വിളിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇല്ല, രഞ്ജിത്തിന്റെ കാര്യം തന്നെ ഉദ്ദേശിച്ചത്. ആശ പറയുന്നത് എങ്ങനെയൊന്നല്ല, ഞാൻ പറയുന്നില്ല. ആശ പറയുന്നത് എങ്ങനെയൊന്നല്ല. നിങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം അവിടെ ആയതുകൊണ്ട് പോയിട്ടൊന്ന് തോണ്ടി നോക്കാം. മനുഷ്യ ഞാൻ ഉണ്ട്, എനിക്ക് അറിയാം എന്നൊക്കെ പറയും. ഞാനാണെങ്കിൽ പോയപ്പോൾ നമ്മൾ വിളിച്ചില്ലെങ്കിൽ 1-2 വിളി വിളിക്കാം, 2 ചാട്ടം ചാടുമ്പോ ഓ ഇത് മതിയായി. അപ്പൊ എങ്ങനെയാ മനസ്സിലാവുന്നത്? മണിക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മണി ഇഷ്ടമാണല്ലോ അല്ലെ? എല്ലാവർക്കും മണി ഇഷ്ടമാണ്. മണിയെ ഒഴിവാക്കാൻ ഇഷ്ടമുള്ളൂ? ഇല്ലല്ലോ, ഇല്ല. ഒഴിവാക്കാൻ നമുക്ക് ഇഷ്ടം, മണി വരാൻ ഇഷ്ടമാണ്. എങ്ങനെ മണി വരിക? നിങ്ങൾക്ക് മണി ഇഷ്ടം, മണിയെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മണി ഇഷ്ടമാണ്. നിങ്ങൾ എങ്ങനെ മണി ഇഷ്ടമാണ് മണിയോട് പറഞ്ഞത്? എങ്ങനെ നിങ്ങൾ സ്നേഹിച്ചു? ഭാര്യയെ സ്നേഹിച്ച പോലെ സ്നേഹിച്ചോ? ഭർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിച്ചോ? മക്കളെ സ്നേഹിച്ച പോലെ സ്നേഹിച്ചോ? എങ്ങനെ നിങ്ങൾ സ്നേഹിച്ചു? മണിയെ ആരും സ്നേഹിച്ചോ? മണിയെ സ്നേഹിച്ചോ? ഭാര്യയെ സ്നേഹിക്കാൻ സമയം മണിയെ സ്നേഹിക്കാൻ ഉണ്ടോ? നിങ്ങൾ സ്നേഹിക്കാത്ത ഒരാളുടെ കൂടെ വരും എന്ന് ഒരാൾ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ലൈഫിൽ ഉണ്ടോ നിങ്ങൾ സ്നേഹിക്കാത്ത ഒരാളുടെ കൂടെ വന്നത്? ആരെങ്കിലും ലൈഫിലുണ്ടോ? എന്താ സാറേ ആരുണ്ട്? നമ്മൾ സ്നേഹിച്ചാളെ തന്നെ വരുന്നത്, പിന്നല്ലേ സ്നേഹിക്കാത്ത സ്നേഹിച്ചാളെ. അപ്പൊ നമ്മൾ മണിയെ മണി നമുക്ക് വേണം, മണിയെ നമുക്ക് ഇഷ്ടപ്പെടാൻ സമയമില്ലാത്തല്ലേ? അറിയാത്തല്ലോ. മണി നമ്മളിൽ നമ്മൾക്ക് നമുക്ക് ഇഷ്ടമല്ല, പോകുന്ന ഇഷ്ടമല്ല. പോകാത്തൊരാൾക്ക് വരാൻ പറ്റും? പോവാത്തൊരാൾക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും കേട്ടോ? വീട്ടിലെ ഭാര്യയുണ്ട്, ഫുൾ ഒരു ദിവസം കാണാതിരുന്നാൽ സ്നേഹം കൂടുക. കൈ പിടിച്ചു കഴിഞ്ഞാൽ പണം നിങ്ങൾക്ക് പണം വരുമോ? അല്ല അവിടെ കാസ് തന്നെ കിടക്കും? വരുമോ? പിടിച്ചു വെച്ച് ഇങ്ങനെ പിടിച്ചു പോകും. മണി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എന്തുകൊണ്ട് പണക്കാരനായിക്കൊണ്ടേയിരിക്കും? അതിന് മൾട്ടിപ്ലിക്കേഷൻ വിട്ട് ചൂണ്ടയിടുകയാണ്, വിട്ടിട്ട് പിടിക്കുകയാണ്. ചൂണ്ടയിടാതെ പോയിട്ട് മീനെ പോയി ഇങ്ങനെ നോക്കി മീനെ കിട്ടില്ലല്ലോ. ചൂണ്ട ഇട്ടാലേ പറ്റുള്ളൂ. നിങ്ങൾ ചൂണ്ട എടുക്കണ്ട. ചൂണ്ട എടുത്തിട്ട് ഇന്നത്തെ ഫീസുകൾ ആരും തരില്ലേ? ചൂണ്ട എടുക്കുന്നെങ്കിൽ ഇത് വിശക്കില്ലേ? എന്ന് വരുമ്പോ കൂടുതൽ ചിന്തിച്ചു വരും. 1 മിനിറ്റ് ചിന്തിച്ചു വരും. സ്വാഭാവികല്ലേ? ഇല്ലേ? സ്വാഭാവികല്ലേ മനുഷ്യന്റെ? അപ്പൊ ഈ പണം എങ്ങനെ വരും? പണം ചിന്തിക്കില്ലേ? ഇതേപോലെ നിങ്ങൾ ചിന്തിച്ച അതേ ഫോർമാറ്റിൽ പണം ചിന്തിക്കില്ലേ? 2 എനർജി ആണോ? ചിന്തിക്കോ ഇല്ലയോ? ചിന്തിക്കും. ഇതല്ലേ റിയാലിറ്റി സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് പണക്കാരനായിക്കൊണ്ടിരിക്കുന്നതും പാവപ്പെട്ടവനെ ആയിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവരുടെ മെന്റാലിറ്റിയിൽ മാറ്റം വരുന്നില്ല. നിങ്ങൾ ഇപ്പൊ ഇവിടെ നിങ്ങളോട് 10 രൂപ നിങ്ങളൊന്ന് ചെലവാക്കണമെന്ന് നിങ്ങൾ 10 മിനിറ്റ് ആലോചിക്കോ ഇല്ലയോ? 10 ദിവസം ചെലവാക്കേണ്ടി വന്നാൽ നിങ്ങൾ 10 വട്ടം ആലോചിക്കില്ലേ? എന്തിനാണ് നിങ്ങൾ ചെയ്യേണ്ടത്? കറക്റ്റ് ആണ്, ആവശ്യമാണ്, ഇല്ലേ? ആണോ ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ റൊട്ടേറ്റ് വരേണ്ട സാധനമല്ലേ? അല്ലേ? മറ്റവർ ചിന്തിക്കില്ലേ? അടുത്തവർ ചിന്തിക്കില്ലേ? അപ്പൊ ഈ സാധനം വരുമോ? ഒരാളെ കഴിയുന്ന ഒരാൾ വരട്ടെ. സാറ് തന്നാലേ എനിക്ക് കാശ് കിട്ടുള്ളൂ, ഇല്ലേ? ഇത് സാറ് തരുന്നില്ലെങ്കിലോ? ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഇതെല്ലാം മണിയുടെ തിയറിയാണ്. ഇത് സൈക്കിളാണ്, വീലാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിടാത്തത്തോളം കാലം നമ്മളിലേക്ക് വരാൻ അടിച്ചാൽ പോവില്ല, തിരിച്ചു വരില്ല. ഇത് നമ്മൾ വിടുന്നില്ല ഈ സാധനത്തെ. അപ്പൊ എന്താ സംഭവിക്കാം? 1000 കിട്ടിയാൽ 1000 പിടിച്ചിട്ട് നിൽക്കും. ഈ 1000-ൽ തന്നെ ഉണ്ടാവും. 1000 വിട്ടിട്ട് 1000-നെ വിട്ടിട്ട് 1000-നെ എങ്ങനെ 10,000 ആക്കാമെന്ന് ചിന്തിക്കുന്നത്.
1000 എന്റെ ഉണ്ട്, ഞാനതിനെ 10,000 എങ്ങനെയാക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിനകത്തെ സഹായ പഠനങ്ങൾ എനിക്ക് ഇതിനും ശമ്പളം കൂട്ടി കിട്ടുമോ എന്നത് മാത്രമല്ല. ഞാൻ ഇതെല്ലാം വെറും ഇതാണ് കേട്ടോ, എക്സാമിന് മാത്രമാണ്. ഇതൊന്നും ഒരാളെ ലെവലല്ല. ഞാനിപ്പോ ഒരാളെ പറയുമ്പോൾ എന്റെ മാത്രം പറഞ്ഞിട്ടില്ല, എത്ര ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1000 ദിർഹംസ് ശമ്പളം കിട്ടിയാൽ 10 വർഷം മുമ്പ് അതിൽ 1000 ദിർഹംസ് ബാങ്കിൽ ഇട്ടിട്ട് നിക്ഷേപിച്ചിരുന്നെങ്കിൽ മാസം ഒരു വർഷം 1,20,000 നിക്ഷേപിച്ചിരുന്നെങ്കിൽ 10 വർഷം മുമ്പ് ഓരോ വർഷവും 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്രയായിട്ടുണ്ടാവും? നമ്മൾ അന്നത്തെ ആലോചിച്ചത് 1000 കൊടുക്കാൻ പറ്റില്ല, 1000 നിക്ഷേപിക്കാൻ പറ്റില്ല. നിക്ഷേപിച്ചതിന് 10 വർഷം മുമ്പ് 1,20,000 നോർമൽ ഗ്രോത്ത് റേറ്റ് പറ്റുമോ? ഒറ്റ തോട്ടായില്ലോ കൊടുക്കാൻ, അല്ലേ? കൊടുക്കാൻ നടക്കാൻ നമ്മൾ തയ്യാറല്ല. ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്. നിങ്ങൾ പണത്തിനെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പണം നിങ്ങളെയും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. നമുക്ക് ഇഷ്ടം, നമ്മളതിന് ഇഷ്ടമാണ്, അത് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇവിടെയാണ് ചോദ്യം. അബൻഡൻസ് എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലായി. ഈ ലോകത്തിന്റെ തത്വം എന്ന് പറയുന്നത് നിങ്ങൾ അബൻഡൻസിൽ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അബൻഡൻസ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നിങ്ങൾ അത് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ? പിന്നെ ഇഷ്ടപ്പെട്ട ഒരാളെ പിടിച്ച് നിർത്തു, കെട്ടി വെക്കുക, വിട്ടുകൊടുക്കൂലേ? മണി വിട്ടുകൊടുക്കോ? വിട്ടുകൊടുക്കാത്തോളം മണി ഫ്രണ്ട്സുമായിട്ട് വരില്ല, വരില്ല. നമ്മുടെ പ്രവാസി സംബന്ധിച്ച് എന്താ വിഷയം അറിയോ? അവിടെ കിട്ടിയ അന്ന് അക്കൗണ്ട് മെസ്സേജ് വായിക്കും, മെസ്സേജ് വായിക്കുക മാത്രമേ ഉള്ളൂ. ഒട്ടനെ കൂടി കൂടും. പിന്നെയാണ് ശക്തി കൂടുന്നത്. അക്കൗണ്ടിൽ ബാലൻസ് വന്ന് അടുത്ത നിമിഷത്ത് ഭയങ്കര ശക്തിയായിരിക്കും. എവിടേക്കാ? അല്ലേ? നാട്ടിലെ മുഴുവൻ അയച്ചു കഴിഞ്ഞിട്ട് 50 രൂപ അല്ലെങ്കിൽ അടുത്ത ആ 100 കൂട്ടിയിട്ടാണ്, അല്ലേ? സാധാരണക്കാരുടെ അവസ്ഥ എല്ലാവരും അല്ലേ? പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇല്ലട്ട് 30 ദിവസവും പറയും. പക്ഷെ അതേപോലെ നാട്ടിൽ നിന്ന് സ്കൂൾ വന്നാലും ഇല്ലട്ടെല്ലാം പോയി വേണോട്ടുമായി, അല്ലേ? ഇവിടെ അല്ലേ നാട്ടിൽ നിന്ന് ഒരു സ്കൂൾ വന്നാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് സ്കൂൾ വന്നു എല്ലാ പരിപാടി നിർത്തും. സാറിന്റെ ക്ലാസ് പ്രശ്നമല്ല, ഒന്നുമില്ല, എന്തായി ദൈവമേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് നേരെ പോകും. അടുത്ത എക്സ്ചേഞ്ചിലെ പോകും, കയ്യിലുള്ളത് എടുക്കുക, അല്ലേ? വേണ്ടതല്ല മനസ്സിലാക്കേണ്ട ചെറിയ കാര്യം. നമ്മള് നിങ്ങളുടെ സമൃദ്ധി ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാൻ ആളുടെ രഞ്ജിത്തിനെ വിളിച്ചു പോകും. കുറെ കാലം ഇപ്പൊ കംഫർട്ടിൽ ഇരിക്കല്ലേ, ജോലി കിട്ടിയിട്ട് കംഫർട്ടിൽ ഇരിക്കല്ലേ? ആ അത് വേണ്ട, അങ്ങോട്ട് വാ, ബുക്ക് എടുത്തിട്ട് വാ, അടുത്ത പരിപാടി എടുത്തു എഴുതി നോക്കട്ടെ. ആശ പറഞ്ഞിട്ടില്ല. ഞാൻ ലാസ്റ്റ് ആശയായിരിക്കും എന്താണ് എഴുതുന്നത്. ആശ ചോദിക്കാം എന്ത് ലക്ഷ്യമാണ് ആശ നോക്കട്ടെ, എഴുതി. കംഫർട്ട് സോൺ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങളെ, പക്ഷെ അതിന് വ്യക്തമായ ചാനൽ വേണം. പക്ഷെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?